ഹായ് ഹലോ ഓൾ. ഇന്ന് പിക്കാസോയെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്, പാബ്ലോ പിക്കാസോയെ കുറിച്ച്, അതുപോലെ തന്നെ ക്യൂബിസം, ആൻഡ് ദെൻ വി മൂവ് ഓൺ ടു ഗെർണിക്ക എന്നുള്ള പെയിൻറ്റിങ്ങും കൂടിയാണ് നോക്കുന്നത് നമ്മുടെ പിക്കാസോയുടെ. അപ്പം പാബ്ലോ റൂയിസ് പിക്കാസോ എന്നാണ് ഒരു സ്പാനിഷ് പെയിൻറ്ററാണ് അദ്ദേഹം. സ്കൾപ്ചറാണ്, അതുപോലെ തന്നെ പ്രിന്റ് മേക്കർ, സെറാമിസിസ്റ്റ് ആണ്, തിയേറ്റർ ഡിസൈനർ ഒക്കെയാണ് ഇദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ അഡൽട്ട് ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് 70% സ്പെൻഡ് ചെയ്തതും ഫ്രാൻസിൽ തന്നെയാണ്. 20th സെഞ്ചുറിയിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആർട്ടിസ്റ്റ് എന്ന് തന്നെ ഇദ്ദേഹത്തിനെ പറയാം. ആൻഡ് ഇദ്ദേഹമാണ് ക്യൂബിസ്റ്റ് എന്നുള്ള മൂവ്മെൻറ്റ് ഫൗണ്ട് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ സ്കൾപ്ചർ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഇൻവെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഇതാക്കിയതൊക്കെ ഇദ്ദേഹമാണ്. ഈ കൊളാഷ് എന്നുള്ള ടെക്നിക്കും എല്ലാം കൊണ്ടുവന്നതും ഡെവലപ്പ് ചെയ്തും എക്സ്പ്ലോർ ചെയ്തും ഈ സ്റ്റൈലിനെ നല്ല രീതിയിൽ വൈഡായിട്ട് യൂസ് ചെയ്തുമൊക്കെ പിക്കാസോ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് വർക്ക്സ് ഏതൊക്കെയാണെന്ന് ഗെർണിക്ക ഉണ്ട് നമുക്ക് പഠിക്കാനുള്ള. ആൻറ്റി വാർ പെയിൻറ്റിംഗ് ആണ് ഗെർണിക്ക എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താണെന്ന് നമുക്ക് താഴോട്ട് നോക്കാം. ആദ്യമേ പിക്കാസോയുടെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് നോക്കാം. പിക്കാസോ ഒരു എക്സ്ട്രാ ഓർഡിനറി ആർട്ടിസ്റ്റിക് ടാലന്റ് ആണ്. ഒരു നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം ചൈൽഡ്ഹുഡിലും അതുപോലെ തന്നെ അഡോളസെന്റ് ആയിട്ടുള്ള ആ ഒരു ഏജിലും നല്ല നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള പെയിന്റിംഗ് ആയിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. 20th സെഞ്ചുറിയുടെ ഫസ്റ്റ് ഡിക്കേഡൊക്കെ ആയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ സ്റ്റൈൽ ചേഞ്ച് ചെയ്തു. അദ്ദേഹം ഡിഫറെന്റ് ആയിട്ടുള്ള തിയറീസ്, ടെക്നിക്സ്, ഐഡിയാസ് ഒക്കെ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, 1906 ഒക്കെ ആയപ്പോഴത്തേക്ക് ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു പണ്ടത്തെ, ഹെൻറി മാറ്റസെ എന്നും പറഞ്ഞ്. ആ ഹെൻറിയുടെ പെയിൻറ്റിങ് അല്ലെങ്കിൽ ആ ഒരു വർക്ക് കണ്ടിട്ട് പിക്കാസോ മോട്ടിവേറ്റഡ് ആവുകയും പുതിയ രീതിയിലുള്ള റാഡിക്കൽ സ്റ്റൈൽസും ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഇവർ തമ്മിൽ ഒരു കൈൻഡ് ഓഫ് റൈവൽറി ഒക്കെ വരാനും തുടങ്ങി. ഇപ്പോൾ പിക്കാസോയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് ബ്ലൂ പീരീഡ്, റോസ് പീരീഡ്, ആഫ്രിക്കൻ ഇൻഫ്ലുവൻസ്ഡ് പീരീഡ്, ക്യൂബിസം, ക്രിസ്റ്റൽ പീരീഡ്, ഇങ്ങനെയൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പം ബ്ലൂ പീരീഡ് എന്ന് പറയുന്നത് 1901 to 1904, റോസ് പീരീഡ് എന്ന് പറയുന്നത് 04 to 06, ആഫ്രിക്കൻ ഇൻഫ്ലുവൻസ്ഡ് പീരീഡ് ഉണ്ട്, പിന്നെ ക്യൂബിസം ഇൻഫ്ലുവൻസ്ഡ് പീരീഡ് ഉണ്ട്, അതുപോലെ തന്നെ സിന്തറ്റിക് ക്യൂബിസം എന്ന് പറഞ്ഞൊരു പീരീഡ് ഉണ്ട്. അതായത് ഇദ്ദേഹത്തിന്റെ വർക്കിങ്ങിനെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആ ഒരു വർക്ക്സിനെ നമുക്ക് ഇത്ര കാറ്റഗറീസ് ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ലാസ്റ്റ് ഉള്ളത് ക്രിസ്റ്റൽ പീരീഡ് എന്ന് പറഞ്ഞൊരു വർക്കും കൂടിയുണ്ട്. 1920s ഒക്കെ ആയപ്പോൾ അദ്ദേഹം നിയോ ക്ലാസിക്കൽ സ്റ്റൈലിലൊക്കെ അദ്ദേഹം ചെയ്യാനും തുടങ്ങി. അതായത് ക്ലാസിക്കൽ സ്റ്റൈലിനെ കുറച്ചും കൂടി റിവൈവ് ചെയ്തിട്ട് ചെയ്യാൻ തുടങ്ങി. 1920s ആ ഒരു മിഡൊക്കെ ആയപ്പം സർ റിയലിസം യൂസ് ചെയ്യാൻ തുടങ്ങി. സർ റിയലിസം എന്ന് പറയുമ്പോൾ അറിയാലോ, എക്സ്ട്രീം റിയലിസം, അതായത് പ്ലസ് ഫാന്റസി ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പം നമുക്ക് അദ്ദേഹത്തിന്റെ സ്റ്റൈൽ ആൻഡ് ടെക്നിക്ക് എന്ന് പറയുമ്പോൾ ഒരു 45,000 അതായത് ഇദ്ദേഹത്തിന്റെ ഡെപ്തിലാണ് കാൽക്കുലേറ്റ് ചെയ്ത്, മരിച്ചതിന് ശേഷം കാൽക്കുലേറ്റ് ചെയ്ത്, അതായത് 45,000 അധികം അൺസോൾഡ് ആയിട്ടുള്ള വർക്ക്സ് ഇദ്ദേഹത്തിന്റെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നുവെന്നും അതിൽ 1885 പെയിന്റിങ്സും 1228 സ്കൾപ്ചേഴ്സും കുറേ ഡ്രോയിങ്സും സ്കെച്ച് ബുക്സും 150ഓളം സ്കെച്ച് ബുക്സും ഒക്കെ അവിടെ ഇങ്ങനെ കിടക്കുമായിരുന്നു ഇദ്ദേഹത്തിന്റെ എസ്റ്റേറ്റിൽ. ആൻഡ് അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ, അതായത് ഇതൊക്കെ നോക്കി നടത്താൻ അവിടെ തന്നെ ഒരു ക്രിസ്ത്യൻ സെർവോസ് എന്ന് പറഞ്ഞൊരാളും ഉണ്ടായിരുന്നു. ഇതെല്ലാം കമ്പൈൽ ചെയ്തത് അദ്ദേഹമാണ്. പിക്കാസോയുടെ വർക്ക്സ് എല്ലാം കമ്പൈൽ ചെയ്തത് ക്രിസ്ത്യൻ സെർവോസ് എന്ന് പറഞ്ഞൊരാളാണ്. ആൻഡ് പെയിന്റിങ്ങിലൂടെയാണ് ഇദ്ദേഹം കൂടുതലും ആർട്ടിനെ റിഫ്ലക്ട് ചെയ്ത് ഇദ്ദേഹത്തിന്റെ ഐഡിയാസും ഒക്കെ. പെയിന്റിങ്സിൽ കളറിനെ ഒരു എക്സ്പ്രസീവ് എലിമെന്റ് ആയിട്ടാണ് ഇദ്ദേഹം എടുത്തിരുന്നത്. കളർ വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങളെ എക്സ്പ്രസ് ചെയ്യുന്നത്. അതായത് ഓരോ കളറിനും ഓരോ മീനിങ്സ് പോലെ കാണുന്നത്. അപ്പൊ കളറിന്റെ ആ ഒരു ഇതിൽ വെച്ചിട്ടാണ് അദ്ദേഹം ആ ഒരു പെയിന്റിങ്ങിന് സ്പേസും ഫോമും എല്ലാം ക്രിയേറ്റ് ചെയ്തത്. ചില സമയത്ത് ഇദ്ദേഹം കളറിന്റെ കൂടെ മണ്ണ് അല്ലെങ്കിൽ മണലും കൂടി ആഡ് ചെയ്യുമായിരുന്നു, അതിന്റെ ഒരു ടെക്സ്ചർ മാറാൻ വേണ്ടി. പിന്നെ സ്കൾപ്ചേഴ്സിന്റെ കാര്യം പറയുവാണെങ്കിൽ ആദ്യമേ ഇദ്ദേഹം വുഡിൽ നിന്ന് അല്ലെങ്കിൽ വാക്സ് അല്ലെങ്കിൽ ക്ലേ വെച്ചായിരുന്നു സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പിന്നീട് അദ്ദേഹം വേറെ മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് അദ്ദേഹം കൺസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങി. അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗിറ്റാർ എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. അത് ഈ ഷീറ്റ് മെറ്റലും വയറും കൊണ്ടാണ് അദ്ദേഹം ഒരു 3 ഡയമെൻഷണൽ രീതിയിലാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്ത്. ഓക്കെ, പിന്നെ എല്ലാ സബ്ജക്റ്റ് മാറ്റേഴ്സിനോടും ഇദ്ദേഹത്തിന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഈ സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ വേഴ്സറ്റൈൽ ആയിരുന്നു. അതായത് എല്ലാ കാര്യത്തിനെയും എന്ത് കാര്യം വെച്ചിട്ടും ഇദ്ദേഹത്തിന് ഓരോന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആൻഡ് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റൈലിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ഇപ്പം എന്ത് ഇതാണെന്നുണ്ടെങ്കിലും സ്കൾപ്ചർ ആണെന്നുണ്ടെങ്കിലും പെയിൻറ്റിങ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാം നല്ല രീതിയിൽ വളരെ വൈഡ് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തീംസ് ഒക്കെ വെച്ചിട്ടായിരുന്നു ഇദ്ദേഹം യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഇനി നമുക്ക് നോക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ക്യൂബിസം എന്താണെന്നുള്ളത് നമുക്ക് നോക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാബ്ലോ പിക്കാസോയുടെ ആ ഗെർണിക്ക എന്നുള്ള പോയിന്റ് എന്താണ്, ആ ഒരു ഇതെന്താണെന്ന് നമുക്ക് നോക്കാം.
അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഗെർണിക്ക എന്ന് പറയുന്നത് നമ്മൾ ഒരു ആൻറ്റി വാർ പെയിൻറ്റിംഗ് ആണ്. അതൊരു പ്രൊട്ടസ്റ്റ് പീസ് എന്ന് പറയാം, പ്രൊട്ടസ്റ്റ് പെയിൻറ്റിംഗ് എന്ന് നമുക്ക് പറയാം. അതായത് 1937 നോർത്തേൺ സ്പെയിനിൽ എന്താ പറയുക, ഒരു വയലൻ്റ് ആയിട്ടുള്ള ഒരു ബോംബിംഗ് ഉണ്ടായി. അതായത് വേൾഡ് വാർ ടു നടക്കുന്ന സമയമായിരുന്നു ആ സമയം, 1937 എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അവിടെ ആ ഒരു സ്ഥലത്ത് ഒരു ബോംബിംഗ് നടന്നു നോർത്തേൺ സ്പെയിനിൽ, ഗെർണിക്ക എന്നുള്ള സ്ഥലത്ത്. അതിനെതിരെ ഇദ്ദേഹം കൊണ്ടുവന്ന ആ ഒരു പെയിൻറ്റിംഗ് ആണ് ഗെർണിക്ക എന്നുള്ളത്. അതൊരു മോണോക്രോമാറ്റിക് കളർ പാലറ്റാണ്, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം കോൺട്രാസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ വലിയ പെയിൻറ്റിംഗ് ആണ്, വയലന്റ് ഇമേജസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ അൺഫർഗറ്റബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് പെയിൻറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഗെർണിക്കയിലെ ആ ഒരു ഇൻസിഡൻറ്റ് ഇദ്ദേഹത്തിന് വളരെയധികം, ആ സമയത്ത് പിക്കാസോനൊരു mid-50s അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഫ്രാൻസിലായിരുന്നു ജീവിച്ചിരുന്നത്, സ്പെയിനിലല്ലായിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് ഒരു ഭയങ്കര ഇതായി പോവുകയും അദ്ദേഹത്തിന് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുകയും അങ്ങനെയാണ് ഇദ്ദേഹം ഈ ഒരു പെയിൻറ്റിങ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തത്. അപ്പം ക്യൂബിസമാണ് ഇദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സർ റിയലിസവും ഇദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു ഗെർണിക്ക എന്നുള്ള പെയിൻറ്റിങ്ങിനകത്ത് അദ്ദേഹം ഒരു ഡ്രീം ലൈക്ക് ഇമേജ്, അതായത് സർ റിയലിസം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു ഡ്രീമി ലൈക്ക് ഇമേജസ് ഒക്കെ ഇദ്ദേഹം ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യൂബിസവും വന്നിട്ടുണ്ട്. ഒരു കൈൻഡ് ഓഫ് ഷോക്കിംഗ് പെയിൻറ്റിംഗ് ആണ്. ഒരു മോഡേൺ സ്റ്റൈൽ വെച്ച് നോക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് ഹോണ്ടിങ് ആണ്. കാരണം അതൊരു പ്രൊട്ടസ്റ്റ് പീസ് ആയതുകൊണ്ട്, വാറിനെതിരെ കൊണ്ടുവന്നൊരു പീസ് ആയതുകൊണ്ട്. 1937 വേൾഡ് ഫെയർ ഇൻ പാരീസിൽ ഇത് എക്സിബിഷന് കൊണ്ടുവന്നിരുന്നു, ഡിസ്പ്ലേയിൽ ഇട്ടിരുന്നു. പിന്നെ ഒരു 2 വർഷം വേൾഡ് ടൂറൊക്കെ കഴിഞ്ഞ് പിന്നീടാണ് തിരിച്ച് നമുക്കിവിടെ എത്തിയത്. ഓക്കെ, അദ്ദേഹത്തിന് സ്പാനിഷ് റിപ്പബ്ലിക്കിൽ, അതായത് ഈ സ്പെയിനിൽ ഇതുപോലെ ഒരു ഇൻസിഡന്റ് ഹാപ്പൻ ചെയ്തില്ലേ, അതിനുവേണ്ടി അദ്ദേഹം ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി പെയിന്റിങ് വിട്ടുകൊടുത്തേക്കുമായിരുന്നു. വേൾഡ് വാർ 2 തുടങ്ങിയപ്പോഴത്തേക്കും ഗെർണിക്ക എന്ത് ചെയ്തു, യൂറോപ്പ് വിട്ടു. ന്യൂയോർക്കിലെ മ്യൂസിയത്തിൽ കുറച്ച് നാളത്തേക്ക് വെച്ചു. ആൻഡ് അപ്പോൾ ഗെർണിക്ക എന്ന് പറയുന്ന ഒരു സിവിലിയൻ ടൗൺ ആയിരുന്നു. ഈ നാസി ജർമ്മനി അവർ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്ത് അതിനെ നശിപ്പിക്കാനാണ് നോക്കിയത്. അപ്പോൾ അതിനെതിരെ ഒരു പ്രൊട്ടസ്റ്റ് പോലെയാണ് ഈ ഒരു പെയിൻറ്റിങ് എടുത്തത്. അപ്പോൾ പെയിൻറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു വാറിൻ്റെ ഇൻഹ്യൂമാനിറ്റിയെ കാണിക്കുന്നു, അല്ലെങ്കിൽ വാറിൻ്റെ ഹൊററിനെയാണ് ഇത് കാണിക്കുന്നത്. ആ വാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാറിനെതിരെ ഒരു വാർണിംഗ് പോലെയാണ് ഇദ്ദേഹം ഈ ഒരു പെയിൻറ്റിങ് ചെയ്തേക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് ക്യൂബിസം എന്താണെന്ന് നോക്കാം. അപ്പോൾ ക്യൂബിസം എന്ന് പറയുന്നത് ഒരു മെത്തേഡാണ് പെയിൻറ്റിങ്ങിൽ. അതായത് ഒരു പേഴ്സണെ, ഒരു സീനിനെയോ ഒരു ഒബ്ജക്റ്റിനെയോ മൾട്ടിപ്പിൾ ആംഗിളിൽ നിന്ന് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ക്യൂബിസം എന്ന് പറയുന്നത്. പിക്കാസോയും ജോർജസ് ബ്രേക്ക് എന്ന് പറഞ്ഞൊരാളും കൂടിയാണ് ഈ ഒരു ടെക്നിക്ക് ഡെവലപ്പ് ചെയ്തത്. 3 ഡയമെൻഷണൽ സബ്ജക്റ്റിനെ നമ്മളത് ഒരു 3D പിക്ചറിനെ നമ്മൾ മൾട്ടി ഫേസറ്റഡ് ആക്കി മാറ്റുവാണ്. അതായത് ക്യൂബ് ഷേപ്പിലാക്കി മാറ്റുകയാണ്, പോയിന്റഡ് ഷേപ്സ് ആക്കി മാറ്റുവാണ്. ഈ പിക്കാസോ ശരിക്കും പറഞ്ഞാൽ ഈ ആഫ്രിക്കൻ മാസ്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ആഫ്രിക്കൻ പെയിന്റിങ്സ് അല്ലെങ്കിൽ ആഫ്രിക്കൻ മാസ്കുകളുണ്ടല്ലോ, മുഖംമൂടികൾ, ഇതിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഈ ഷേപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഈ ക്യൂബിസ്റ്റ് ആർട്ട് വർക്കിനെ അനലിറ്റിക് ക്യൂബിസം എന്നും വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊളാഷ് സ്റ്റൈൽ ആർട്ട് വർക്കിനെ സിന്തറ്റിക് ക്യൂബിസം എന്നും വിളിക്കുന്നുണ്ട്. അതായത് ക്യൂബിസത്തിന് ഒരുപാട് സ്റ്റൈലുകളുണ്ട്. അനലിറ്റിക് ക്യൂബിസം എന്ന് പറയുന്ന ഒരു സ്റ്റൈലുണ്ട്, കൊളാഷ് സ്റ്റൈലുണ്ട്. കൊളാഷ് സ്റ്റൈലിനെ വിളിക്കുന്ന പേരാണ് സിന്തറ്റിക് ക്യൂബിസം എന്ന് പറയുന്നത്. അപ്പം അതെന്ന് പറയുന്നത് ഈ ജോമെട്രിക് ഷേപ്സിലോട്ട് അല്ലെങ്കിൽ ആംഗിൾസിലോട്ടൊക്കെ ഇങ്ങനെ ആ ഒരു ഷേപ്പായിരിക്കും വരുന്നത്. ഓക്കെ, പിന്നെ ക്യൂബിസത്തിനെ കുറിച്ച് പിന്നീട് പറയാനാണെങ്കിൽ ഒരു പാരീസിൽ തുടങ്ങിയ ഒരു മൂവ്മെന്റ് ആണ് ക്യൂബിസം എന്ന് പറയുന്നത്. ആർട്ട് മൂവ്മെന്റ് ആണ്. പെയിന്റിങ്ങിലും സ്കൾപ്ചറിലും ഒക്കെയാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവന്നത്. പിന്നീട് ഇത് മ്യൂസിക്കിനെയും ലിറ്ററേച്ചറിനെയും ആർക്കിടെക്ചറിനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തു, അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്തു. അപ്പം ക്യൂബിസ്റ്റിലെ സബ്ജക്റ്റ് അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന തീം എന്ന് പറയുന്നത് നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് ബ്രേക്കപ്പ് ചെയ്ത്, അതായത് ബ്രേക്ക് ചെയ്തിട്ട് ഒരു റീഅസംബ്ലി ചെയ്ത് വേറൊരു ഷേപ്പിലാക്കി മാറ്റുന്നതാണ് ക്യൂബിസം എന്ന് പറയുന്നത്. അതായത് ഒരു സിംഗിൾ പെർസ്പെക്റ്റീവിലൂടെ നോക്കുന്നതിന് പകരം ഒരു മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ് നമുക്ക് ആ പെയിന്റിങ് അല്ലെങ്കിൽ ആ ഒരു വർക്ക് ഓഫ് ആർട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ ഒരു മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആർട്ട് മൂവ്മെന്റ് ആണ് 20th സെഞ്ചുറിയിൽ. ഈ പാരീസിലുള്ള അല്ലെങ്കിൽ പാരീസിന്റെ അടുത്ത് ഏതെങ്കിലും ഒരു, അതായത് അവിടെ ഉള്ള ഒരു കൈൻഡ് ഓഫ് ആർട്ട് വർക്കിനെയാണ് നമ്മൾ ക്യൂബിസം എന്ന് പറയുന്നത്. അതായത് പാരീസിൽ ഉണ്ടായിരുന്ന 1910-ലും 1920-സിലും ഉണ്ടായിരുന്ന ഒരു കൈൻഡ് ഓഫ് ആർട്ട് വർക്ക്സ്, ആ സമയത്ത് ഉണ്ടായിരുന്ന ആർട്ട് വർക്ക്സിനെയാണ് നമ്മൾ ക്യൂബിസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനകത്ത് കണ്ടുവരുന്ന ഒരു ടെക്നിക്കാണ് ക്യൂബിസം. പാബ്ലോ പിക്കാസോവും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജോർജസ് ബ്രേക്ക് എന്ന് പറഞ്ഞ ഒരാളും, പിന്നെ വേറെ കുറച്ച് ആളുകളോട് ചേർന്നിട്ടാണ് ഇതിനെ ഒന്നുകൂടി പോപ്പുലറൈസ് ചെയ്തത്. അപ്പം ഇത്രയാണ് ക്യൂബിസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്തെ പെയിന്റിങ്ങിലോട്ട് നമുക്ക് പോവാം.
പെയിൻറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗെർണിക്ക എന്നുള്ള പെയിൻറ്റിംഗ് ആണ്. അതിനെക്കുറിച്ച് നേരത്തെ ഞാൻ കുറച്ച് ഇൻട്രൊഡക്ഷൻ തന്നു. എന്നാലും നമുക്ക് അതിൻ്റെ ഓരോ എലിമെൻസിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. പിക്കാസോയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളറിൻ്റെ കാര്യത്തിൽ അദ്ദേഹം വൈറ്റ്, ബ്ലാക്ക് ആൻഡ് ഗ്രേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒറിജിനലി ഇദ്ദേഹം ഒരു ഈ ഇതിനകത്തൊരു സ്ത്രീയുടെ ഒരു പിക്ചർ വരുന്നുണ്ട്, ഒരു ഇമേജ് കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഇമേജ് നോക്കുമ്പം ഒരു വിമൻ്റെ ഒരു പിക്ചർ കാണുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അവർ കരയുന്ന കണ്ണീര് റെഡ് കളറിലാക്കാനാണ് ഇരുന്നത്. പക്ഷേ അത് മോണോക്രോമാറ്റിക് ആയിട്ട് തന്നെ അദ്ദേഹം മാറ്റുകയാണ് ചെയ്തത്. പിന്നെ ഒരു കളറും ഇല്ലാതാക്കുകയാണ് ചെയ്തത് കണ്ണീരിനെയൊക്കെ. ഓക്കെ. ആൻഡ് ഓൾസോ നമ്മളിപ്പം ഈ ഒരു പെയിൻറ്റിങ്ങിനെ ഒറ്റയടിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിഷ്വൽസ് നമുക്ക് ഇതിനകത്തുള്ളതായിട്ട് തോന്നും. നമ്മളതിനെ ക്ലോസറായിട്ട് വാച്ച് ചെയ്യുമ്പോഴാണ് ആ വാറിൻ്റെ ഈച്ച് ആൻഡ് എവറി ഹൊറർ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പെയിൻറ്റിങ്ങിൻ്റെ സെൻറ്റർ എന്ന് പറയുന്ന കുറേ ഷേപ്പുകളാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി നിൽക്കുകയാണ്. ഒരുമാതിരി കുറച്ച് വയലൻ്റ് ആയിട്ടുള്ള വയലൻ്റ് ആയിട്ടുള്ള എനർജി പോലെ, അല്ലെങ്കിൽ വയലൻ്റ് ആയിട്ടുള്ള ഇമേജസ് ആണ്. അതായത് ഒരു സ്ഥലത്ത് ഒരാൾ നിൽക്കുമല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി നിൽക്കുന്ന കുറേ ഇമേജസ് ആണ്. അതുപോലെ തന്നെ ഒരു സെൻട്രൽ അതായത് ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഒരു പിക്ചർ ഉണ്ട് അതിനകത്ത്. പേഴ്സണൽ ഹൊറേഴ്സ്, അതായത് ഒരു അമ്മ അനുഭവിക്കുന്ന കാര്യമുണ്ട്. ഒരു അമ്മ ഒരു ഡെഡ് ചൈൽഡിനെ എടുത്തുകൊണ്ട് കരയുന്ന ഒരു ഇമേജ് ഉണ്ട് അതിനകത്ത്. അതുപോലെ തന്നെ ഒരു ബേണിംഗ് ബിൽഡിംഗ് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും റൈറ്റ് സൈഡിൽ. ബേണിംഗ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് തീ കത്തിയെരിയുന്ന ഒരു ബിൽഡിങ്. ഓക്കെ. പിന്നെ എന്താണ് അടുത്തതിനകത്തെന്നുള്ളത്, ഒരു റൂഫ് ഇങ്ങനെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ പീക്ക് ചെയ്തിരിക്കുന്നതുണ്ട്. പിന്നെന്താണ്, ആ റൂഫ് ഇങ്ങനെ കത്തി അമരുന്നത് പോലെ ഉണ്ട്. എംപ്റ്റി ഡോർവേസ് ഉണ്ട്. വിൻഡോസ് എല്ലാം തുറന്നു കിടക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ആ സിറ്റി ഇങ്ങനെ ബേൺ ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു ഡൾ കളറാണ് അവിടേക്ക് അദ്ദേഹം വരുത്തിയിരിക്കുന്നത്. ഇപ്പം സിമ്പിൾസ് പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹോഴ്സിനെ അവിടെ കാണിക്കുന്നുണ്ട്. ഹോഴ്സ് ഇങ്ങനെ കണ്ണിങ്ങനെ ഉരുട്ടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ടീത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ നോർമൽ ആയിട്ടുള്ള ടീത്തല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയിരിക്കുന്ന ഡിസ്റ്റൻറ്റഡ് ടീത്താണ്. അതിൻ്റെ ഫേസ് എന്ന് പറയുന്നത് വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു പേടിച്ച പോലൊരു ഫേസാണ്. അതിൻ്റെ സ്ക്രീം ചെയ്യുന്ന പോലെയാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഒരു ബുള്ളുണ്ട്. അതൊരു അമ്മയും കുഞ്ഞിനെയും ഗാർഡ് ചെയ്യുവാണ് ആ ബുള്ള്. അതൊരു വോറിൻ്റെ ഷാഡോ പോലെ നമുക്ക് വേണം. അവരിലെല്ലാം ഒരു വോറിൻ്റെ ഷാഡോ ഉണ്ട്. ഈ ക്യാരക്ടേഴ്സിൻ്റെ എല്ലാം ഒരു ഷാഡോ ഓഫ് ദി വോർ ഉണ്ട്. പിന്നെ നമുക്ക് ദൂരോട്ട് നോക്കുകയാണെങ്കിൽ സ്കൈയിൽ കുറച്ച് ബേർഡ്സ് പറന്നു പോകുന്നത് കാണാം. അത് ബെയർലി വിസിബിൾ ആണ്. അപ്പോൾ ബുള്ളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വോറിനെ സിംബലൈസ് ചെയ്യുക. അതായത് ബുൾ ഫൈറ്റിങ് സ്പെയിനിലുണ്ടല്ലോ, അപ്പോൾ അതൊരു ഡോമിനൻസിനെ കാണിക്കുന്നു എന്നുള്ളത് പറയാം. ഹോഴ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ അൺഡിസേർവ്ഡ് ആയിട്ടുള്ള ഡെത്ത് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകൾ മരിക്കത്തില്ലേ വോറിൽ, അതിനെയാണ് കാണിക്കുന്നത് ഹോഴ്സ് എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രിക് ബൾബിൻ്റെ കണക്കൊരു ഹാർഷ് ലൈറ്റ് മേളിൽ നിന്ന് വരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഓയിൽ ലാമ്പിൻ്റെ ലൈറ്റുമായിട്ട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടും കാണിക്കുന്നുണ്ട്. പിന്നെ അതിനകത്ത് ഹ്യൂമൻ എലിമെൻ്റ് എന്ന് പറയുവാണെങ്കിൽ അതിൻ്റെ ഡെത്ത് ഓഫ് ദ ചൈൽഡ്, ആ അമ്മയുടെ കയ്യിൽ കിടന്ന് മരിച്ചു കിടക്കുന്ന ആ കുഞ്ഞ്, അതെന്ന് വെച്ചാൽ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകൾ ഇതിൻ്റെ ഇടയ്ക്ക് മരിക്കുന്നുണ്ടെന്നും ഹോഴ്സ് ഡൈ ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ വോറിൻ്റെ അട്രോസിറ്റീസ് നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ക്യാരക്ടേഴ്സിൻ്റെ എല്ലാം ലിംബ്, അതായത് മുട്ട് കാല് ഭാഗം എല്ലാം വളരെ ഹ്യൂജാണ്, വീർത്തിരിക്കുവാണ്, വൂണ്ടഡ് ആണ്. അതൊക്കെ വോറിൽ നിന്ന് സംഭവിച്ചതാണെന്ന്. പിന്നെ അതുപോലെ തന്നെ വായെല്ലാം തുറന്നിരിക്കുവാണ്. അപ്പം നമുക്കറിയാം സൗണ്ട് ഇല്ലാതെ അവർ കരയുവാണ്, സ്ക്രീം ചെയ്യുവാണ്. കണ്ണെല്ലാം ഇങ്ങനെ തള്ളി ഇങ്ങനെ ഇരിക്കുവാണ്. പിരികം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഐബ്രോസ് എന്ന് പറയുന്നതും കുറച്ച് വിഷമത്തിൽ, അല്ലെങ്കിൽ ദേഷ്യം പ്ലസ് വിഷമം, അല്ലെങ്കിൽ ആ ഒരു പേടിയിലിരിക്കുവാണ്. ഒരു വാരിയർ അവിടെ ഉണ്ട്, ഒരു കുതിരക്കാരനുണ്ട് അവിടെ, ഒരു വാരിയർ ഉണ്ട്. അദ്ദേഹം അവിടെ കിടക്കുകയാണ്. അദ്ദേഹം ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ അടിത്തട്ടിൽ അദ്ദേഹത്തിൻ്റെ കാലും കൈയൊക്കെ വേർപെട്ട് കിടക്കുവാണ്. അതിൻ്റെ പുറത്തൊരു കുതിര കയറി നിൽക്കുവാണ് അയാളെ ചവിട്ടി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ബ്രോക്കൺ സ്വോർഡുണ്ട്. അത് ബോഡിയിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് കിടക്കുവാണ്. അതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഡെത്തും ഡിസ്ട്രക്ഷനുമാണ് ഇതിനകത്ത് ഫുള്ളും ഉള്ളത്. അപ്പോൾ പിക്കാസോ 35 ദിവസം എടുത്താണ് ഇത് പെയിൻറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. അതൊരു സ്റ്റണ്ണിങ് ആയിട്ടുള്ള അച്ചീവ്മെൻ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ പിക്കാസോയുടെ കുറച്ച് പെയിൻറ്റിങ് ടെക്നിക്സും മെറ്റീരിയൽസും നമ്മൾ നേരത്തെ നോക്കി. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്ങിനെ കുറേ പീരീഡ്സായിട്ട് നമ്മൾ പീരീഡുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ആൻഡ് പ്രിഡോമിനൻ്റ്ലി ഇദ്ദേഹം ബ്ലൂ ആൻഡ് പിങ്ക് ഹ്യൂസ് ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ബ്ലൂ പീരീഡ് എന്നും റോസ് പീരീഡ് എന്നും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വർക്കിംഗ് പീരീഡിനെ നമ്മൾ ഡിവൈഡ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഈ എർത്ത് ടോൺസ് ഉണ്ടല്ലോ, ബ്രൗൺ കളർ, സ്കിൻ കളറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇദ്ദേഹം കൂടുതൽ യൂസ് ചെയ്തിരുന്നു. യെല്ലോ കളർ യൂസ് ചെയ്തിരുന്നു. വൈറ്റിന് എൻ്റെ പല വേർഷൻസ് ഉണ്ടല്ലോ, അത് ബ്ലൂവിൻ്റെ തന്നെ അൾട്രാമെറൈൻ ബ്ലൂ ഒക്കെയാണ്, ഐവറി ബ്ലാക്ക് ഒക്കെയാണ് ഇദ്ദേഹം യൂസ് ചെയ്തിരുന്നത്. അപ്പം
ഒരു നമുക്ക് ആദ്യം തോന്നുമ്പോൾ നമുക്ക് കുറച്ച് ലെസ് ആർട്ടിസ്റ്റിക് ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്സ് ഒക്കെ തോന്നുമെങ്കിലും പിന്നീട് നമ്മൾ കുറച്ചും കൂടി അടുത്തൊന്ന് നോക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയധികം മീനിങ്സ് ഇതിനകത്തുണ്ടെന്ന് നമുക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് ഗർണിക്കയ്ക്കകത്ത് പറയുന്ന ഈ പെയിൻറ്റിങ്ങിനകത്ത് വരുന്നത്. ഗർണിക്ക ഇപ്പോൾ ഉള്ളത് മാഡ്രിഡിലുള്ള ഒരു മ്യൂസിയത്തിലാണുള്ളത്. ഒരു എൻറ്റയർ, അതായത് ഭയങ്കര വലിയ പെയിൻറ്റിംഗ് ആയതുകൊണ്ട് ഒരു ഹ്യൂജ് വാളിലാണിത് ഇട്ടേക്കുന്നത്. ഓക്കെ, ആ ഒരു ബിൽഡിങ്ങിൻ്റെ 2nd ഫ്ലോറിലാണിത് വെച്ചേക്കുന്നത്. 12 കോടിയാണ് ഇതിൻ്റെ വിലയെന്നാണ് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പെയിൻറ്റിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കമൻറ്റ് ബോക്സിൽ. താങ്ക് യു.